ഇത് 13 കോഴി ആയിട്ടുള്ളൂ, 2 കൂടി ഉണ്ടാവും അതിന്റെ ഉള്ളിൽ അല്ലേ? ആ ശാരദ ചേച്ചി ഇപ്പൊ എത്ര കോഴി അതിലുള്ളത്? 7 കോഴി ഉണ്ട് അല്ലേ? 7 കോഴി ഉണ്ട്. എല്ലാ ആൾക്കാർ കഴിക്കോ? എല്ലാം ചോദിക്കല്ലേ? നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ബർമേന്ന് വന്ന ഒരു കഞ്ഞിന്റെ പേരിൽ അറിയപ്പെടുന്ന നാടുണ്ട്, നമ്മുടെ എലത്തൂര്. കോഴിക്കഞ്ഞി കിട്ടുന്ന നാട് എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം ഇതാണ്. സ്ഥലയുടെ വെച്ചോ എലത്തൂർ എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് അയാൾ നമ്മളെ കോഴിക്കഞ്ഞി കിട്ടുന്ന എലത്തൂരിന്റെ ഒരു പേരായിക്കണേ, കോഴിക്കഞ്ഞിന്റെ നാട് എന്നുള്ളത് പേരായി. നോമ്പ് 2 തുടങ്ങിയാൽ 28 വരെ ഉണ്ടാവും. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ കഞ്ഞി കൊടുക്കാൻ ആളുകൾ എലത്തൂർ പള്ളിയിലേക്ക് വരലുണ്ട് കേട്ടോ. സലംക, എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിലുള്ളത്? 23 ഐറ്റം. ഇതിൽ അരി, വെളിയുള്ളി, ഉലുവ, ഏലക്കായ്, കറാമ്പ്, പട്ട, തേങ്ങാപ്പാല്, കടലപ്പരിപ്പ്, വെളുത്തുള്ളി, കോഴി. കഞ്ഞിന്ന് അറിയും, ബർമ കഞ്ഞിന്ന് അറിയും, കോഴിക്കഞ്ഞിന്ന് അറിയും. ഈ 3 ഇതിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇത് ഒരുപാട് കൊല്ലം മുന്നേ ഇവര് വരെ വാപ്പ പിന്നെ ബർമേന്ന് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ പരിപാടിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇവിടെ എൽത്തൂക്കാക്കിയൊക്കെ വലിയ താല്പര്യമാണ്. അതിനിപ്പോൾ അടുത്ത കൊല്ലവും കൂടി ഇനിയിപ്പോൾ കൊല്ലം തന്നെ ഇതിപ്പോൾ 32 കിലോ ആണ്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൂടി. 23ഓളം ഐറ്റംസ് ഇട്ടാണ് ഈ ഒരു കോഴിക്കഞ്ഞി ഉണ്ടാക്കുക. അതിലൊരു മെയിൻ ഐറ്റം ആണ് ഈ കാണുന്ന ലഗോൺ ചിക്കൻ കേട്ടോ. അല്ല, ലഗോൺ കോഴി ഈ കഞ്ഞിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇതിൽ വെച്ച് തണുക്കണം. എപി പള്ളി, ഒന്ന് മൊയ്തീൻ പള്ളി, ഒന്ന് അയ്യക്കര പള്ളി, ഒന്ന് ബീച്ച് പള്ളി, ഒന്ന് മാട്ടുപള്ളി, ഒന്ന് റിഫായ് പള്ളി. 6 പള്ളിയിലാണ് കൊടുക്കുന്നത്. ജമാഅത്ത് പള്ളി. നോമ്പ് കാലത്തൊക്കെ ഈ ഒരു കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞ ഒരു ഔഷധം തന്നെയാണ്. അപ്പൊ ഈ ഒരു കഞ്ഞി കുടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും നേരത്തൂർ പോയി കുടിച്ചു നോക്കണേ.